കേരളത്തിൽ ഭരണം മാറി, ഭരണകർത്താക്കൾ മാറി. പക്ഷേ തെരുവിൽ കിടക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ വിധിക്ക് മാത്രം മാറ്റമില്ല. അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇന്ന് വാരുത്തുന്നത് മണ്ണാണ്. വാഗ്ദാനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ വഞ്ചിച്ച മുൻ LDF സർക്കാരിന്റെ അതേ പാതയിലൂടെയാണ് തങ്ങളെന്ന് തെളിയിക്കുകയാണ് ഇപ്പോഴത്തെ UDF ഭരണകൂടം. വോട്ട് നേടാൻ ഉദ്യോഗാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിച്ചവരും അധികാരത്തിലേറിയപ്പോൾ അവരെ തെരുവിലേക്ക് തള്ളിയിട്ടവരും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കുന്ന കാഴ്ചയാണിത്. LP സ്കൂൾ അധ്യാപക റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും നിയമനം ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികളാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ തെരുവിൽ കിടന്ന് മണ്ണ് തിന്ന് പ്രതിഷേധിച്ചത്. റാങ്ക് ലിസ്റ്റ് വന്നത് 2025 മെയ് 31, അതായത് മുൻ LDF ഭരണകാലത്ത്. UDF അധികാരത്തിൽ വന്നിട്ടും റാങ്ക് പട്ടികയിൽ നിന്നുള്ള നിയമനത്തിൽ ഒരു പുരോഗതിയുമില്ല. പല ജില്ലകളിലും 1ാം റാങ്ക് കിട്ടിയവന് പോലും നിയമന ഉത്തരവ് നൽകാൻ ഈ ഭരണകൂടത്തിന് കഴിയുന്നുമില്ല. അധികാരത്തിലെത്തുന്നതിന് തൊട്ടു മുൻപ് ഇതേ സെക്രട്ടേറിയറ്റ് പടിക്കൽ LPSA ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തപ്പോൾ സഹതാപ തരംഗമുണ്ടാക്കാൻ ഒപ്പം കൂടിയവരാണ് ഇന്നത്തെ ഭരണപക്ഷം. എന്നാൽ അധികാര കസേര കിട്ടിയതോടെ പഴയ വാഗ്ദാനങ്ങളെല്ലാം ഇവർ വിഴുങ്ങി. LDF ഭരിക്കുമ്പോൾ തസ്തിക നിർണയത്തിന്റെ പേര് പറഞ്ഞ് ഒഴിവുകൾ മൂടിവെച്ചുവെങ്കിൽ ഇന്ന് UDF ഭരണത്തിലും അതിനൊരു മാറ്റവുമില്ല. തസ്തികകൾ വെട്ടിക്കുറച്ചും ഡിവിഷൻ ഫോൾ നേരിടുന്ന അധ്യാപകരെ സംരക്ഷിക്കുന്നതിന്റെ പേരിൽ പുതിയ നിയമനങ്ങളെ അട്ടിമറിച്ചും സർക്കാർ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുകയാണ്. വിരമിക്കൽ ഒഴിവുകൾ പോലും PSCക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ UDF സർക്കാർ ഇപ്പോഴും മടിക്കുന്നത് ആരെ സഹായിക്കാനാണ് എന്നത് വ്യക്തമാക്കിയാൽ കൊള്ളാം. ഒരു വർഷം മുമ്പ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടും നിയമന നടപടികൾ ഇഴച്ചു നീക്കി ഉദ്യോഗാർത്ഥികളെ തെരുവിലിറക്കിയത് പഴയ LDF സർക്കാരാണ്. അന്ന് റാങ്ക് ലിസ്റ്റുകൾ കാലാവധി തീർന്ന് റദ്ദാക്കാൻ വിട്ടവർ ഇന്ന് പ്രതിപക്ഷത്തിരുന്ന് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വാദിക്കുന്നത് വെറും രാഷ്ട്രീയ നാടകം മാത്രമാണ്. അധികാരത്തിലിരിക്കുമ്പോൾ ഉദ്യോഗാർത്ഥികളെ പട്ടിണിക്കിടുക, പ്രതിപക്ഷത്താകുമ്പോൾ അവരുടെ പേരിൽ സമരം പ്രഖ്യാപിക്കുക. ഇതാണ് LDFന്റെ രീതി. പരസ്പരം പഴിചാരിയും വഞ്ചിച്ചും ഈ രണ്ട് മുന്നണികളും ചേർന്ന് ഇല്ലാതാക്കുന്നത് ഒരു തലമുറയുടെ സ്വപ്നങ്ങളാണ്. അധികാര കസേരകളിൽ ഇരിക്കുന്നവർ മാറുന്നുണ്ട്, പക്ഷെ തെരുവിലെ കഞ്ഞിക്കലങ്ങളിൽ മണ്ണ് വീഴുന്ന അവസ്ഥയ്ക്ക് മാത്രം ഇന്നും മാറ്റമില്ല. പ്രതിപക്ഷത്തിരുന്നപ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നതാണ് അടിയന്തരമായി UDF സർക്കാർ ചെയ്യേണ്ടത്. അധ്യാപക വിദ്യാർത്ഥി അനുപാതം കാലോചിതമായി പുനഃപരിശോധിക്കണം. പല ജില്ലകളിലും 1ാം റാങ്കുകാർക്ക് പോലും നിയമനം നൽകാത്ത അവസ്ഥ അവസാനിപ്പിച്ച് ഉടൻ അർഹതപ്പെട്ട ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണം. വിരമിക്കൽ ഒഴിവുകൾ മൂടിവെക്കാതെ അടിയന്തരമായി PSCക്ക് വിടുകയും വേണം. അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിൽ മണ്ണ് വാരി തിന്നേണ്ടി വരുന്ന ഈ ഉദ്യോഗാർത്ഥികളുടെ അവസ്ഥ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ പ്രബുദ്ധ കേരളത്തിന് അപമാനമാണ്. അധികാരികൾ കണ്ണു തുറക്കുന്നതുവരെ സമരം ഈ തെരുവിൽ തുടരുമെന്നാണ് പ്രതിഷേധക്കാരുടെ മുന്നറിയിപ്പ്.